10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി വെതർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം ദൃശ്യമാകുന്നത്. ഘനീകരണ രൂപങ്ങൾ അഥവാ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. തുഷാരം അഥവാ ഡ്യൂ, ഹിമം അഥവാ ഫ്രോസ്റ്റ്, മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് ആൻഡ് ഫോഗ്, മേഘം അഥവാ ക്ലൗഡ്. തുഷാരം രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഹിമം അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകൾ ആയി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്നിങ്ങനെ തരംതിരിക്കാം. മേഘം അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ചില കണികകളുടെ വലിപ്പം 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് ഇവ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്.